ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. എന്നാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്? ജൂലൈ 5. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി ബഷീർ. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ എടിയെ. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മൂത്തപ്പ? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1942. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ വിവാഹം നടന്ന വർഷം ഏത്? 1958 ഡിസംബർ 18. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്? തലയോലപ്പറമ്പ്, കോട്ടയം ജില്ലയിലെ. എവിടെ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ ആണ് ബഷീർ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്? പയ്യന്നൂർ. കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. നാരായണി എന്ന കഥാപാത്രം ഉള്ള ബഷീറിൻ്റെ നോവൽ ഏത്? മതിലുകൾ. 1990 മതിലുകൾ എന്ന സിനിമയിൽ ബഷീറിൻ്റെ വേഷം അഭിനയിച്ച നടൻ ആര്? മമ്മൂട്ടി. ബഷീറും കുടുംബവും കഥാപാത്രങ്ങൾ ആയി വരുന്ന നോവൽ ഏത്? പാത്തുമ്മയുടെ ആട്. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആര്? KPSC ലളിത. വൈക്കം മുഹമ്മദ് ബഷീർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 87. ബഷീർ ഏകാന്തവേദിയിലെ അവധൂതൻ എന്ന പുസ്തകം എഴുതിയത് ആര്? MK സാനു. രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ശബ്ദങ്ങൾ. ബഷീർ എഴുതിയ നാടകം ഏത്? കഥാബീജം. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? G. ശങ്കരക്കുറുപ്പ്. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ 3 കൃതികൾ ഏതെല്ലാം? യാ ഇലാഹി, പ്രേം പാറ്റ,
ജീവിതം ഒരു അനുഗ്രഹം. ബാല്യകാലസഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തിറങ്ങിയ വർഷം ഏത്? 1994. 2014 ബാല്യകാലസഖി സിനിമയിൽ മജീദിന്റെ വേഷം ധരിച്ചത് ആര്? മമ്മൂട്ടി. വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഏത്? 1982. ബഷീറിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എത്ര പുസ്തകങ്ങൾ ആണ് പ്രസിദ്ധീകരിച്ചത്? 30. കുഞ്ഞിപ്പാത്തുമ്മ എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉണ്ടായിരുന്നത്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? എ. വിൻസെൻ്റ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? പ്രേമലേഖനം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് പുസ്തകത്തിൽ ആണ്? ബാല്യകാലസഖി. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേര് എന്ത്? ഫാത്തിമ ബീവി. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യസമരം ഏത്? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ പുരസ്കാരം 1982. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? സർപ്പയജ്ഞം. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ഏത്? മതിലുകൾ. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1970. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് ബഷീർ കൃതിയിൽ ആണ്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം പറയുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഇ. എം. അഷ്റഫ്. ഭാർഗവീ നിലയം എന്ന സിനിമ ഏത് ബഷീർ കൃതിയെ ആസ്പദമാക്കി എടുത്തതാണ്?
നീലവെളിച്ചം. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരാളുടെ കഥ പറഞ്ഞ ബഷീറിൻ്റെ കൃതി ഏത്? തേന്മാവ്. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത്? തങ്കം. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കിയെടുത്ത ഭാർഗവീനിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രസിദ്ധമായത് ഏത് പേരിലാണ്? കുതിരവട്ടം പപ്പു. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആര്? ONV കുറുപ്പ്. 2022 തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ അവാർഡിന് അർഹമായ നോവൽ ഏത്? നൃത്തം ചെയ്യുന്ന കുടകൾ. നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ കൃതി ആണ്? M. മുകുന്ദൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? അനർഘനിമിഷം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? പെരുമ്പടവൻ ശ്രീധരൻ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്ത്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? M.A. റഹ്മാൻ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര്? M.N. വിജയൻ. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്തായിരുന്നു? വയലായിൽ വീട്. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാങ്കോസ്റ്റിൻ. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം ഏത്? പട്ടത്തിൻ്റെ പേക്കിനാവ്. ബഷീറിൻ്റെ എൻ്റെ തങ്കം എന്ന കഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരി. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ബാല്യകാലസഖി എന്ന നോവലിൽ ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര്? M.N. കാരശ്ശേരി. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി ഏത്? ഒഴിഞ്ഞ വീട്.
ബഷീറിന് മുറ്റത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? 1993. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത്? മാന്ത്രികപ്പൂച്ച. ജന്മദിനം എന്ന പുസ്തകം എഴുതിയത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് സ്മാരകദീപം അവാർഡ് ലഭിച്ച വർഷം ഏത്? 1987. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആര്? വിജയ നിർമ്മല. ബഷീറിൻ്റെ "ഇന്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്" എന്ന നോവൽ പുറത്തിറക്കിയ വർഷം ഏത്? 1951. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.